നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വേരിക്കോസ് വെയിൻ അല്ലെങ്കിൽ അതിന് ഉണ്ടാവുന്ന കാരണങ്ങൾ, അതെങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ എന്താണ്, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ വേരിക്കോസ് വെയിൻ എന്താണ്? നമ്മുടെ കാലുകളിൽ തടിച്ച്, മുട്ടിന് താഴെ തടിച്ച് വീർത്ത് കിടക്കുന്ന ഞരമ്പുകളെയാണ് നമ്മൾ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ വേരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്? ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ കാലിൻ്റെ സ്കിന്നിൻ്റെ അടിയിൽ, അതായത് കൊഴുപ്പിൻ്റെ ഇടയിൽ രക്തധമനികളുണ്ട്. പേശികളുടെ അടിയിലും രക്തധമനികളുണ്ട്. അപ്പോൾ ഈ കൊഴുപ്പിൻ്റെ അടിയിലുള്ള രക്തധമനികളുടെ ജോലി എന്ന് പറയുന്നത് കാലിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതൊരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. അത് കാലിൽ നിന്ന് ഹൃദയത്തിലേക്ക് മാത്രമാണ്, തിരിച്ച് താഴോട്ട് ഇറങ്ങത്തില്ല. ഇറങ്ങാതിരിക്കാനായിട്ട് അതിന് ഒരു ചെക്ക് പോസ്റ്റുകളുണ്ട്, വാൽവ് എന്ന് പറയും. അപ്പോൾ ഈ വാൽവുകൾ കേടാവുകയും ഈ രക്തം താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഇനി ആർക്കാണ് വേരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതകൾ? ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് വേരിക്കോസ് വെയിൻ്റെ അസുഖം വരാനുള്ള സാധ്യത. പ്രസവാനന്തരം ഉണ്ടാവാം, പാരമ്പര്യമായിട്ടുണ്ടാവാം. പിന്നെ നമുക്ക് വയറിൻ്റെ അകത്ത് രക്തധമനികളെ പ്രസ് ചെയ്യുന്ന കണക്കുള്ള മുഴകളുണ്ടെങ്കിലും വേരിക്കോസ് വെയിൻ ഉണ്ടാവാം. നീളം കൂടിയവരിലും അമിതമായി, അതായത് സാധാരണഗതിയിലും അധികമായി നീളമുള്ളവരിലും നമുക്ക് വേരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇതെങ്ങനെ തിരിച്ചറിയാം? ആദ്യമൊക്കെ നമ്മുടെ കാലിൽ ഒരുപാട് നേരം നിൽക്കുന്ന ആ ഒരു സമയത്തിൻ്റെ അളവ് കുറയും. അതായത് നേരത്തെ നിന്നുകൊണ്ടിരുന്ന അത്രയും നേരം നമുക്ക് നിൽക്കാൻ പറ്റാതാവുകയും കാലിലേക്ക് കഴയ്ക്കുന്ന കണക്കൊരു വേദന വരികയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഇത് വേരിക്കോസ് വെയിൻ ആണോ എന്നുള്ള സംശയിക്കാം. അത് സംശയിക്കുകയും നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു അൾട്രാസൗണ്ട് ഡോപ്ലർ, അതായത് രക്തധമനിയുടെ സ്കാൻ ചെയ്ത് അത് വേരിക്കോസ് വെയിൻ ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ആദ്യമേയൊക്കെ തുടയിൽ ചെറിയ ചെറിയ റെറ്റിക്കുലർ വെയിൻസ് എന്ന് പറഞ്ഞ ചെറിയ ചെറിയ ചുമന്ന അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ചെറിയ വെയിൻസ്, സ്പൈഡർ വെയിൻസ് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജസ് എങ്ങനെയാണ്? ആദ്യമേ ഈ രക്തധമനി വലുതാവുകയും പിന്നീട് ഇതിനകത്ത് കെട്ടി നിൽക്കുന്ന അശുദ്ധമായ രക്തമാണ്, അതായത് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡാണ്. ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡിനകത്ത് ഹീമോസിഡ്രിൻ അധികമായിരിക്കും. അപ്പോൾ കാലിൻ്റെ നിറവ്യത്യാസം, കാല് കറക്കാൻ തുടങ്ങുകയും പിന്നെ കാലിന് ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ചൊറിയുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ഉറക്കത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അമിതമായി ചൊറിയുകയും സ്കിന്നിൽ ചെറിയൊരു മുറിവുണ്ടാവുകയും ആ മുറിവ് പിന്നെ ഒരു വ്രണമായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരെ എത്താവുന്ന ഒരു അസുഖമാണ് ഈ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡോപ്ലർ ചെയ്യുമല്ലോ. ഡോപ്ലർ ചെയ്യുമ്പോൾ നമുക്ക് വാൽവുകളിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് തുടയിടുക്കിലാണ് മെയിൻ വാൽവ് ഉള്ളത്. ആ മെയിൻ വാൽവിനും അതിനകത്തും റിഫ്ലക്സ് ഉണ്ട്, അതിനകത്തും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ സർജറി തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇപ്പോൾ മുട്ടിന് താഴോട്ടുള്ള പെർഫറേറ്റേഴ്സ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് സർജറി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കിങ്സ് ഉപയോഗിച്ച് മുന്നിലേക്ക് കുറച്ച് നാൾ കൂടെ പോകാൻ സാധിക്കും. അതായത് ഡിസീസ് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ അതിനൊരു കംപ്രസീവ് സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പം സർജറിയെ പറ്റി പറയാം. സർജറികൾ ആദ്യമേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് തുടയിടുക്കിൽ ചെറിയ മുറിവുണ്ടാക്കി ആ രക്തധമനി മൊത്തത്തിൽ എടുത്ത് സ്ട്രിപ്പ് ചെയ്ത് കളയുക എന്നുള്ള സർജറിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിന് കുറച്ച് റെസ്റ്റ് എടുക്കുകയും 1-2 ദിവസം ആശുപത്രി കിടക്കുകയും വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മിനിമലി ഇൻവേസീവായിട്ടുള്ള വെരിക്കോസ് വെയിൻ്റെ ശസ്ത്രക്രിയകൾ അത് വന്നിട്ടുണ്ട്. അതായത് റേഡിയോ ഫ്രീക്വൻസി അബിലേഷൻ എന്ന് പറയും. അതായത് ആ രക്തധമനി, അതായത് ഏത് രക്തധമനിയിലാണോ വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുള്ളത് ആ രക്തധമനി നമ്മൾ റേഡിയോ ഫ്രീക്വൻസി വെച്ച് കരിച്ചു കളയുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളതാണ് ലേസർ ഇതാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അത് നമുക്ക് കാല് ആംഗിൾ ലെവലിലിരുന്ന് വരെ നമുക്ക് ഉള്ളിലേക്ക് പാസ് ചെയ്ത് ആ രക്തധമനി കരിച്ചു കളയാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. അത് ഈ RFAയും ലേസറും എന്ന് പറയുന്നത് സിംഗിൾ ഡേ പ്രൊസീജിയറാണ്. നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിലും ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും ജോലിക്കും പോയി തുടങ്ങാവുന്ന ഒരു സർജറീസാണ്. പിന്നെ ചിലവരുടെ സംശയം, ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേ കണക്ക്
വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതകൾ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം നമ്മളുടെ കാലിൽ രക്തധമനികൾ ഒന്നല്ല, പല രക്തധമനികളുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ജോലികൾ, അതായത് നിന്നുള്ള ഒരുപാടുള്ള ജോലികൾ ചെയ്യുകയും അങ്ങനെയൊക്കെ തുടർന്ന് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു രക്തധമനിയിൽ വേരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷേ അത് വളരെ ചുരുക്കമാണ്. നമ്മൾ ഫസ്റ്റ് സർജറി കഴിഞ്ഞ് കറക്റ്റായിട്ടുള്ള മെഷേഴ്സ്, സ്റ്റോക്കിങ്സ്, റെസ്റ്റ്, പിന്നെ ഒരുപാട് നേരം നിൽക്കാതെ നമ്മൾ റെസ്റ്റ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർമീഡിയൻ്റായിട്ട് റെസ്റ്റ് എടുത്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും തിരിച്ചു വരാതിരിക്കും. ഈ ഓപ്പറേഷനെ കുറിച്ചോ അല്ലെങ്കിൽ വെരിക്കോസ് വെയിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.